Hello guys, welcome to Cooking Diaries. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉച്ചയ്ക്ക് ലീവാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പുറത്ത് പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല അടിപൊളിയായ സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ കാണുന്ന ടൈമിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൊന്ന് പ്രസ് ചെയ്യുക. അടിപൊളി ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടിട്ടോ. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വെള്ളമൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെയിനറിൽ ഇട്ട് വെക്കാം. ബീഫിലെ വെള്ളമൊക്കെ വാർന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 10 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുന്ന മുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ 6 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിപ്പം ചെറിയ തക്കാളിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 6 എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്ന തക്കാളി വലുതൊക്കെ ആണെങ്കിൽ ഒരു 3 മതിയാവും. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതേപോലെ സവാളയും തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയും ഒക്കെ റെഡിയാക്കി എടുത്ത സമയം കൊണ്ട് തന്നെ ബീഫിലെ വെള്ളമൊക്കെ വാർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് ഇതേപോലെ കുക്കറിൽ ആദ്യം ഒന്ന് വേവിച്ചെടുത്താൽ പിന്നെ നമുക്ക് മസാല റെഡിയാക്കാൻ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ നമുക്ക് കുക്കർ ക്ലോസ് ചെയ്തിട്ട് ഒരു 6-7 വിസിലിന് ഒന്ന് വേവിച്ചെടുക്കാം. ബീഫ് ഫുള്ളായിട്ട് ഈ ഒരു സമയത്ത് കുക്ക് ചെയ്യണില്ല കേട്ടോ. നമ്മൾ മസാലയിൽ ഇട്ടിട്ട് പിന്നെ കുറച്ച് സമയം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഒരു വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് 6 വിസിലും കൂടെ അടുപ്പിക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അത് വിസിലൊക്കെ അടിച്ച് പിന്നെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോകുന്ന സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 4 സവാള നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതാ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒരുമിച്ച് ക്രഷ് ചെയ്തെടുത്തതാണിത്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് മസാല റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അതാ മസാല റെഡിയാക്കാനുള്ള പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. സവാള ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്താൽ പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പം സവാള പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. സവാള നന്നായിട്ട് വഴണ്ട് വന്നാൽ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട്
പിന്നെ അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പം പച്ചമുളക് നമ്മൾ എടുക്കുന്ന മുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം പച്ചമുളക് സെപ്പറേറ്റ് ചതക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചതച്ചെടുത്താലും മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എരിവ് ഓവറാവുന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടെങ്കിൽ പച്ചമുളക് സെപ്പറേറ്റ് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പം പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, പിന്നെ ഒരു നുള്ള് വലിയ ജീരകം പൊടിച്ചത്, ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എരിവ് ഞാനിപ്പോൾ നോക്കിയ സമയത്ത് പച്ചമുളകിൻ്റെ എരിവ് തന്നെ ഉണ്ട് കേട്ടോ ആവശ്യത്തിന്. ഇപ്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പം എരിവ് നോക്കിയിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണമെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് പൊടികളുടെ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിയാൽ പിന്നെ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും പുതിനയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു കൈപ്പിടി മല്ലിച്ചപ്പും അതിൽ കുറച്ച് കുറവായിട്ട് പുതിനയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന തൈരിൻ്റെ പുളിക്കനുസരിച്ചിട്ട് വേണം നാരങ്ങ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പുളി കുറഞ്ഞ തൈരാണ്, അതുകൊണ്ട് ഒരു നാരങ്ങ ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമ്മൾ ബീഫ് ആദ്യം തന്നെ കുക്കറിൽ വേവിച്ചുകൊണ്ട് പിന്നെ കൂടുതൽ സമയം ബീഫ് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഇതാ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബീഫ് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ 6 വിസിലൊക്കെ അടിച്ചെടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ബീഫ് ചെറുതായിട്ട് കട്ട് ചെയ്യേ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ബീഫിന് അധികം വേവൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ 6 വിസിലൊന്നും വേണ്ടി വരില്ല. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ബീഫ് റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയിൽ ഇട്ട് കൊടുക്കുകയാണ്. ബീഫ് ഫുള്ളായിട്ട് കുക്കായിട്ടില്ല കേട്ടോ, ഒരു 3/4 ഭാഗമേ വെന്തിട്ടുള്ളൂ. ഇനിയിപ്പം ബാക്കി ഒരു മസാലയിലാണ് ബീഫ് വേവേണ്ടത്. അപ്പം മസാലയൊക്കെ നന്നായിട്ട് ബീഫിലൊക്കെ പിടിക്കുകയും ചെയ്യും. അപ്പോൾ വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് ഫുള്ളായിട്ട് ആ ഒരു മസാലയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ 4 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇത് റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പോൾ നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കുന്ന സമയത്ത് കുരു ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ നാരങ്ങ നീര് ഒഴിക്കാൻ. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വെള്ളത്തിൽ കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണ് നമ്മുടെ റൈസൊക്കെ റെഡിയാവുന്ന സമയത്ത് പാകത്തിനുള്ള ഉപ്പുണ്ടാവുക. അപ്പോൾ അതാ നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടുള്ള ജീരകശാല റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്താൽ പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ദം ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ തീ ഒരിക്കലും നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. അപ്പം വെള്ളം പെട്ടെന്ന് അങ്ങോട്ട് വറ്റുകയും ചെയ്യും, പിന്നെ റൈസ് റെഡി ആയിട്ടും ഉണ്ടാവില്ല. അപ്പോൾ ആ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാഷ്യൂനട്ടും കിസ്മിസും സവാളയൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കാണ്ടിരുന്നതാണ്. എല്ലാം കൂടെ ആക്കുമ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തിയായി. ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിച്ചപ്പും പുതിനയും ഫ്രൈ ആക്കിയിട്ടുള്ള കാഷ്യൂനട്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
നമ്മളിതൊക്കെ റെഡിയാക്കിയ സമയം കൊണ്ട് ബീഫ് മസാലയിൽ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ബീഫിൻ്റെ പീസിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ദം ചെയ്തെടുക്കണം. പല രീതിയിൽ ദം ചെയ്തെടുക്കുന്നവരുണ്ടാവില്ലേ. ഞാനിങ്ങനെ ഈസി ആയിട്ട് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ബീഫിൻ്റെ മുകളിൽ കുറച്ച് പകുതി റൈസ് ഇട്ട് കൊടുക്കും. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ആ ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മിക്സ് ഇട്ട് കൊടുക്കും. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കും. പിന്നെ ബാക്കിയുള്ള റൈസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതേപോലെ നമ്മൾ ആ ഒരു ഫ്രൈ ചെയ്ത് സവാളയും കിസ്മിസും കാഷ്യൂനട്ടും എല്ലാം കൂടെയുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കും. പിന്നെ അവസാനമായിട്ട് 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കും. ഇനിയിപ്പോൾ നമുക്കിത് ഒരു 10 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം. ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് നമ്മളന്ന് വീട്ടിൽ നല്ല കഴിക്കണത് ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ബിരിയാണിയൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും റെഡിയായി. അപ്പോൾ ഇതാ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വീഡിയോയിൽ കാണാം. ഒരുപാട് ദൂരമുള്ള സ്ഥലത്തേക്കൊന്നും അല്ല കേട്ടോ പോണത്. നമ്മളിവിടെ അടുത്തുള്ളൊരു സ്ഥലത്തേക്ക് തന്നെയാണ്. Exit the roundabout onto King Saud Road. Continue on King Saud Road for 1.5 kilometers. Turn left. അങ്ങനെ നമ്മളങ്ങോട്ട് പോകുന്ന സമയത്ത് തന്നെ പൊടിക്കാറ്റ് നന്നായിട്ട് പൊടിക്കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ലൊക്കേഷനിൽ എത്താനായപ്പം അവിടെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പോകുന്ന വഴിയിലൊക്കെ നന്നായിട്ട് പൊടിക്കാറ്റുണ്ടായിരുന്നു. Destination. Destination. Destination.
ബീഫിലേക്ക് അല്ലേ? പറ്റൂല വെള്ളത്ത് കൂടെ ഇങ്ങനെ പരിപാടിക്ക് ഇങ്ങനെ എന്താ ഇതിങ്ങനെ ഇറങ്ങിയിരിക്കണേ? ഇറങ്ങാൻ പാടില്ല, അവിടെ മുല്ലുണ്ട്. പുല്ല് ചൂടുണ്ടോ? പിന്നെ കൈ കൊണ്ട് ഉണക്കാം. അതിന്റെ പേരെന്താ അറിയോ? ബലൂൺ ചെടി. ഇപ്പൊ അതിന്റെ പേരെന്നറിയാ? ബലൂൺ ചെടി. ചെടി ബലൂൺ. പിന്നെ അവിടെ മെച്ചിൻ്റെ അടുത്ത്
കൈനടി കായലൊക്കെ ഫിലിം സ്പെഷ്യൽ ഐറ്റം സ്പെഷ്യൽ അല്ല സ്പെഷ്യൽ കുറച്ച് തൈരാണ് പോരട്ടെ എല്ലാത്തിലും അച്ചാറാണോ ചൂടാ തൈര് കൂട്ടി പയച്ച ചിക്കൻ ഉള്ളി തരും ചൂടാണ് ആരെങ്കിലും തൊടുന്നാക്കല്ലേ ചിക്കൻ പീസ് ഇവിടെ ഉണ്ട് കേട്ടോ ഫുഡ് കഴിച്ചു നമുക്ക് കഴിയാൻ പോവാം ഒന്നുകൂടി കഴിക്ക് ഫിലിമാന്റെ എനിക്ക് ഫിലിമാന്റെ മാമു വേണം പറയും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുട്ടികൾ കുറച്ച് സമയം വെള്ളത്തിലൊക്കെ കളിച്ച് അവിടെ നിന്ന് അങ്ങനെ പോന്നു. പിന്നെ പോരുന്ന വഴിയിൽ ഒട്ടകങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പം അവിടെ കുറച്ച് സമയം ഒന്ന് നിർത്തി. പോരുന്ന വഴിയിൽ ഡേറ്റ്സൊക്കെ വിളവെടുപ്പിന് പാകമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നാട്ടിലേക്ക് പോരുന്നതിന് മുമ്പ് എടുത്ത ഒരു വീഡിയോ ആയിരുന്നു. അപ്പം പിന്നെ നാട്ടിൽ വന്ന് കുറച്ച് തിരക്കൊക്കെ ആയപ്പോൾ അങ്ങനെ എഡിറ്റിങ്ങൊക്കെ കുറച്ച് ഡിലേ ആയി അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയതാണ്. അപ്പോൾ ആ പോരുന്ന വഴിയിൽ നല്ല പൊടിക്കാറ്റൊക്കെ ഉണ്ടായിരുന്നു. വീഡിയോയിൽ കാണുമ്പം അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ലാന്ന് തോന്നുന്നു, പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ശക്തിയായിട്ടുള്ള പൊടിക്കാറ്റ് തന്നെയായിരുന്നു. പൊടിക്കാറ്റ് നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ സ്ലോ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനി നാട്ടിലെത്തിയിട്ടുള്ള വീഡിയോസും നാട്ടിലെ സ്പെഷ്യൽ റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.